ഹായ് ഹലോ. ഇന്ന് ഒരുപാട് പരിപാടികളുള്ള ദിവസമായിരുന്നു കേട്ടോ. ഒരുപാട് പരിപാടി എന്ന് പറഞ്ഞാൽ ഒരുപാട് പരിപാടി. ആദ്യം തന്നെ രാവിലെ കുളിച്ച് റെഡിയായി. നൈനും രാവിലെ സ്കൂളിൽ പോയി. അതിനുശേഷം ഞങ്ങൾ ചടപടയെന്ന് റെഡിയായി. അമ്പലത്തിൽ പോകണം, പാസ്പോർട്ട് ഓഫീസിൽ പോകണം, പിന്നെന്താ എന്നെ ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അമ്പലത്തിൽ വന്നു. പഴഞ്ചിറ ക്ഷേത്രത്തിലാണ് വന്നത്. ആദ്യം ഭഗവാനെ തൊഴുത് കുറച്ച് നേരം സീരിയൽ ഷൂട്ടിങ്ങൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടിട്ട് ഞങ്ങൾ നേരെ ശ്രീവരാഹമൂർത്തി ക്ഷേത്രത്തിൽ പോയി. ശ്രീവരാഹം എന്ന് പറയുന്ന സ്ഥലത്താണ് ശ്രീവരാഹമൂർത്തി ടെമ്പിൾ. വലിയ അമ്പലമാണ്. ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട്, കാണാനൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് അമ്പലം. ഭയങ്കര നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ ഇരുന്ന സമയം പോകുന്നതേ അറിയത്തില്ല. എനിക്കൊന്ന് 1.5 മണിക്കൂർ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തെന്ന് തോന്നും. അവിടെ ഇരുന്ന സമയം പോയത് അറിഞ്ഞില്ല. കാരണം ഞങ്ങൾക്കിനി എന്താ പറയുക, നിഹയ്ക്ക് പാസ്പോർട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റുഡിയോയിലും പോകണമായിരുന്നു. അവളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ, പിന്നെ കുറച്ച് പ്രിൻ്റ് ഔട്ടൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പരിപാടീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ അമ്പലത്തിൽ കുറച്ച് നേരമൊക്കെ ചുറ്റി നിന്നതിന് ശേഷം പിന്നെ നേരെ പോയത് സ്റ്റുഡിയോയിലൊക്കെ കേട്ടോ. സ്റ്റുഡിയോയിൽ പോയി നിഹമ്മോൾ ഫോട്ടോ എടുക്കാൻ സഹകരിക്കുമെന്ന് വിചാരിച്ചതേ അല്ല. കാരണം നമുക്ക് അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഇല്ലാത്തത് കൊണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ആൾ ഫോട്ടോയ്ക്ക് സഹകരിച്ച് നല്ലൊരു ഫോട്ടോ കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി ഫ്രഷായി. 2:45 പാസ്പോർട്ട് ഓഫീസിലെ അപ്പോയിൻമെൻറ്റ്. കറക്റ്റ് ടൈമിന് എത്തിയോണ്ട് തന്നെ വേറെ ഡിലേ ഒന്നും വന്നില്ല. അപ്പം മോൾക്ക് പാസ്പോർട്ട് എടുത്തു, പിന്നെ ഏട്ടന് പാസ്പോർട്ട് റിന്യൂ ചെയ്യണമായിരുന്നു. അപ്പോൾ 2 കാര്യങ്ങളും ചെയ്തു. അപ്ലൈ ചെയ്തു. എന്താ പറയുക, ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിഹമ്മോൾ കാര്യമായിട്ട് ഉലാത്തുമായിരുന്നു. അപ്പോൾ അവിടെ മേയ്ക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ എവിടെ പോയാലും ഒരു കൂട്ട് നമുക്ക് ഒപ്പിക്കുമല്ലോ. അതുപോലെ അവിടെ ഒരു കൂട്ട് അവൾക്കുണ്ടായിരുന്നു കേട്ടോ. സമപ്രായക്കാരായിരുന്നേ. അപ്പോൾ കുറേ സമയം ആ കൊച്ചുമായിട്ട് ഭയങ്കര കളിയും ഇതൊക്കെയായിരുന്നു. അവസാനം 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് പോകാൻ വയ്യാത്തത്ര കൂട്ടായി. അത് കഴിഞ്ഞ് അവിടുത്തെ പരിപാടികളൊക്കെ നന്നായി കഴിഞ്ഞതിന് ശേഷം വൈകിട്ടായപ്പോൾ ഞങ്ങൾ നേരെ എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഡോക്ടറെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും കൂടെ അങ്ങ് ഡോക്ടറിൻ്റെ വീട്ടിലോട്ട് കയറത്തില്ല. ഏട്ടൻ മാത്രം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വരും. ഒരു 20 മിനിറ്റ്സ് അത്രയൊക്കെ ഉള്ളൂ ട്രീറ്റ്മെൻറ്റ് ടൈം. അപ്പോൾ അതുവരെ ഞാനും നിഹമ്മോളും കാല് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെന്താ, ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.